നമസ്കാരം. കോൻ ബനേഗ ക്രോർപതി എന്ന ടെലിവിഷൻ ഷോ ഇന്ത്യയൊട്ടാകെ ശ്രദ്ധ നേടിയ ഒരു പരിപാടിയാണ്. മലയാളത്തിൽ വന്ന നിങ്ങൾക്കുമാകാം കോടീശ്വരന്റെ ഹിന്ദി പതിപ്പ്. ആ ഷോയിലെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു കുട്ടിയായിരുന്നു ചർച്ചയായ ആ എപ്പിസോഡിലെ മത്സരാർത്ഥി. ഈ കുട്ടിയുടെ പ്രകടനത്തെയാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നുള്ള 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ കുട്ടി ഗെയിമിന്റെ നിയമങ്ങൾ വിശദീകരിക്കാനെത്തിയ അമിതാഭ് ബച്ചനോട് സംവദിച്ച രീതിയാണ് പലരെയും ഞെട്ടിച്ചത്. ഗുജറാത്തിൽ നിന്നുള്ള 5ാം ക്ലാസ്സുകാരനായ ഇഷിത് ഭട്ടിന്റെ അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഹോട്ട് സീറ്റിലെത്തിയതോടെ ഗെയിമിന്റെ നിയമങ്ങൾ തനിക്ക് അറിയാമെന്നും വിശദീകരിക്കേണ്ടതില്ലെന്നും കുട്ടി ബച്ചനോട് പറഞ്ഞു. തുടർന്ന് ഓപ്ഷനുകൾ പൂർണ്ണമായി കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം ലോക്ക് ചെയ്യാൻ നിർബന്ധം പിടിച്ചു. അമിതാഭ് ബച്ചൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ പോലും കുട്ടി സമ്മതിച്ചിരുന്നില്ല. ഇടയ്ക്ക് അങ്ങോട്ട് കയറി പറയുന്നതും വീഡിയോയിൽ കാണാം. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. കുട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷനുകൾ നൽകുന്നതാണ് പരിപാടിയിലെ പതിവ്. എന്നാൽ തനിക്ക് ഉത്തരം അറിയാമെന്നതിനാൽ ചോദ്യം ചോദിച്ച ശേഷം ഓപ്ഷനുകൾ പറയാൻ കുട്ടി അമിതാഭ് ബച്ചനെ പലപ്പോഴും അനുവദിച്ചില്ല. എന്നാൽ 20,000 രൂപയ്ക്കുള്ള രാമായണത്തെക്കുറിച്ചുള്ള 4ാമത്തെ ചോദ്യത്തിൽ കുട്ടിക്ക് ഉത്തരം മുട്ടുകയായിരുന്നു. രാമായണത്തിലെ ആദ്യകാണ്ഡത്തിന്റെ പേരെന്താണെന്നതായിരുന്നു ചോദ്യം. അത്രയും നേരം ഓപ്ഷനുകൾ വേണ്ട എന്ന് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കുട്ടി ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അയോധ്യകാണ്ഡം എന്ന തെറ്റായ ഉത്തരമാണ് കുട്ടി തിരഞ്ഞെടുത്തത്. ഇതോടെ ഗെയിമിൽ നിന്ന് പുറത്താവുകയായിരുന്നു. ഉത്തരം തെറ്റായി തിരഞ്ഞെടുത്ത് സമ്മാനത്തുകയൊന്നും നേടാതെ തന്നെ ഷോയിൽ നിന്നും മടങ്ങേണ്ടി വന്നു. ചിലപ്പോൾ കുട്ടികൾ അമിത ആത്മവിശ്വാസം കാരണം തെറ്റുകൾ വരുത്തും എന്നാണ് ബച്ചൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഈ എപ്പിസോഡിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും കുട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. പലരും ബച്ചന്റെ ക്ഷമയും പക്വതയും അഭിനന്ദിക്കുമ്പോൾ മറ്റു ചിലർ കുട്ടിയുടെ അമിതമായ ആത്മവിശ്വാസത്തെയും സംസാര രീതിയുമാണ് വിമർശിക്കുന്നത്. കുട്ടിയുടേത് അമിത ആത്മവിശ്വാസമാണെന്നും മുതിർന്നവരോട് ബഹുമാനമില്ല എന്നുള്ളതാണ് കുട്ടിയുടെ പ്രകടനത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് കുട്ടിക്കും മാതാപിതാക്കൾക്കുമെതിരെയുള്ള സോഷ്യൽ മീഡിയയിലെ വിമർശനം.